കാണുന്നത് ഒരു ഫോണല്ല, മൊബൈൽ ചരിത്രത്തിൻ്റെ തുടക്കമാണ്. ഇതാണ് സോണി മാർസ് CM-H333. ലോകം മാർസ് ബാർ ഫോൺ എന്ന് വിളിച്ച സോണിയുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ. 1992 മുതൽ 1993 വരെ പുറത്തിറങ്ങിയ ഈ ഫോൺ അന്നത്തെ ഒരു സ്റ്റാറ്റസ് സിംബൽ ആയിരുന്നു. ഏകദേശം 235 ഗ്രാം ആയിരുന്നു ഈ ഫോണിൻ്റെ ഭാരം. പക്ഷേ ഇതുതന്നെയാണ് ഈ ഫോണിനെ ഐക്കോണിക് ആക്കി മാറ്റിയതും. ഈ ഫോണുകൾക്ക് മാർസ് ബാർ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ഫോൺ കയ്യിൽ പിടിച്ചാൽ ഒരു ചോക്ലേറ്റ് ബാർ പോലെ ഹെവി ആയിരുന്നു. അന്ന് ആളുകൾ തമാശയായി പറഞ്ഞതാണ് ഇതൊരു ഫോണല്ല, ഒരു ബ്രിക്കാണെന്ന്. ഈ ഫോൺ ഡിസൈൻ ചെയ്തത് സോണി ഒറ്റയ്ക്ക് മൊബൈൽ ഫോൺ നിർമ്മിച്ചിരുന്ന ഒരു കാലത്താണ്. അതായത് സോണി എറിക്സൺ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിന് മുൻപ്. അതുകൊണ്ട് തന്നെ സോണിയുടെ മൊബൈൽ ജേണിയിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് H333. ഈ ഫോണുകൾ പ്രവർത്തിച്ചിരുന്നത് ETACS അനലോഗ് നെറ്റ്വർക്കിലാണ്. അതായത് ഇത് ഡിജിറ്റൽ മൊബൈൽ ഇറ വരുന്നതിന് മുൻപുള്ള പ്യുവർ കോളിംഗ് ടെക്നോളജിയിൽ. ഈ ഫോണിൽ ഇൻ്റർനെറ്റ് ഇല്ല, ഡാറ്റ ഇല്ല, ആപ്സ് ഇല്ല, വോയിസ് കോളുകൾ മാത്രം. ഇനി ഈ ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ച് നോക്കിയാൽ കാൻഡി ബാർ സ്റ്റൈലിലാണ് ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ വരുന്നത് മോണോക്രോം LCD ആണ്. ഫിസിക്കൽ ആൽഫ ന്യൂമറിക് കീപാഡും ഒരു സ്ട്രോങ് പ്ലാസ്റ്റിക് ബിൽഡപ്പ് ബോഡിയുമാണ് ഈ ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നത്തെ സാധാരണ ഗ്ലാസ് ഫോണുകൾ പോലെ അത്രയ്ക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിരുന്നില്ല ഈ ഫോണിൻ്റെ ബോഡി. ഇത് ഭയങ്കര സോളിഡും ഡ്യൂറബിളുമാണ്. ഒരു വർക്ക് ഹോസ് ഫോണായിരുന്നു സോണിയുടെ ഈ മാർസ് ഫോൺ. ഈ ഫോണിലെ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ലൈഡിംഗ് ഇയർ പീസ് മെക്കാനിസമാണ്. ഒരു കോൾ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഈ ഇയർ പീസ് സ്ലൈഡ് അപ്പ് ചെയ്യാനും കോൾ എൻഡ് ചെയ്യാൻ വേണ്ടി ഈ സ്ലൈഡ് ഡൗൺ ചെയ്യുകയാണ് വേണ്ടിയിരുന്നത്. അന്നത്തെ കാലത്ത് ഇതൊരു ഫ്യൂച്ചർ ടെക്നോളജി പോലെ തന്നെയായിരുന്നു. ഇന്നത്തെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് 100 കണക്കിന് കോണ്ടാക്ട്സ് സേവ് ചെയ്യാൻ പറ്റും. അവിടെ സെർച്ചും ക്ലൗഡ് ബാക്കപ്പും എല്ലാം ഉണ്ട്. പക്ഷേ സോണി മാർസിൻ്റെ ഈ ഫോണിൽ വെറും 3 നമ്പറുകൾ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. അഡ്രസ് ബുക്ക് എന്നത് ഒരു ചെറിയ മെമ്മറി മാത്രമായിരുന്നു ഇവിടെ. ഫോണിൻ്റെ താഴെ ABC എന്നെഴുതിയ 3 വൺ ടച്ച് ബട്ടൺസ് ഉണ്ട്. ഇതിലായിരുന്നു സേവ് ചെയ്തിരുന്നത്. ബാറ്ററി ബാക്കപ്പിന് ഫേമസ് ആയ ഈ ഫോണിൽ റിമൂവബിൾ ബാറ്ററിയാണ് ഉണ്ടായിരുന്നത്. സോണിയുടെ സ്വന്തം ചാർജിങ് പോർട്ടും. ഈ ഫോണിൽ ബ്ലൂടൂത്തും ഇല്ല, വൈഫൈയും ഇല്ല. പക്ഷേ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ ടൈം വളരെ കൂടുതലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സോണി മാർസ് CM-H333 ഒരു ഫോണല്ല, ഒരു കാലഘട്ടത്തിൻ്റെ അടയാളം തന്നെയായിരുന്നു. ഇനിയും ഇതുപോലെയുള്ള റയർ ഫോൺസുകൾ കാണണോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ ആൻഡ് സബ്സ്ക്രൈബ്.